ഒരു ദശാബ്ദത്തിനുള്ളിൽ 3000-ഓളം യുവതീ യുവാക്കളെ കേന്ദ്രസേനയിലേക്ക് പ്രാപ്തരാക്കിയ പാലക്കാട് SS അക്കാദമി 12ാം വാർഷികം ആഘോഷിച്ചു. സപ്പോർട്ട് ചെയ്യാനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംഘടന, ഇന്ത്യ മുഴുവൻ പടർന്നു പകരുന്ന സംഘടനയുടെ ആഗോളതലത്തിൽ വരെ റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് പി പ്രേംനാഥ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. പാലക്കാടല്ല, കേരളത്തിൽ പോലും ഒരു സർവീസ് ട്രെയിനിങ് ബോർഡിലേക്കോ SSBയിലേക്കോ മിലിറ്ററിയിലേക്കോ കൊടുക്കാനോ ട്രെയിനിങ്ങോ പറഞ്ഞു തരാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇന്ത്യൻ ആർമിയിലെ എത്രയോ വലിയൊരു ഓഫീസറായിട്ട്, അല്ലെങ്കിൽ നേവിയിലെയോ എയർഫോഴ്സിലെയോ ഒരു ഓഫീസറായിട്ട് ഞാൻ റിട്ടയർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സർവീസിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യും. പക്ഷെ അതുകൊണ്ട് വിഷമമൊന്നുമില്ല, റിഗ്രറ്റ് സങ്കടം ഉണ്ടെന്ന് മാത്രം. പക്ഷെ റിഗ്രറ്റ് എനിക്ക് ആർമിയിൽ ചേരാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അങ്ങനെയുള്ള എന്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ സാധാരണ ഒരു പഴയ നാടൻ ഭാഷ പറയും, നാട്ടുപുറത്തുള്ള ആൾക്കാർക്ക് അറിയാം, കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന് പറയും. ഈ കയ്യാല എന്ന് പറഞ്ഞൊരു മതിലുണ്ടാവും, മതിലിന്റെ മുകളിൽ ചിലപ്പോൾ തേങ്ങ വീഴും. തേങ്ങ വീണെങ്കിൽ അതിന്റെ ഉടമസ്ഥ നോക്കും, ഇത് ഉടമസ്ഥ നോക്കിയാൽ തൊട്ട വീട്ടുകാരൻ പറയും, അത് ഇങ്ങോട്ടേക്ക് വേണേൽ എന്റെ പറമ്പിലേക്കാവും, അങ്ങോട്ട് പോയാൽ അയാളുടെ പറമ്പിലേക്കാവും. നിങ്ങളെല്ലാം ഇപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങകളാണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ മിലിറ്ററിയിലേക്ക് വീഴും, അല്ലെങ്കിൽ തിരിച്ച് നാട്ടിൽ തന്നെ സേവനം ചെയ്യാൻ പോകും. അത് ആരാ തീരുമാനിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഇന്ന് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ആനുവൽ ട്രെയിനിങ് ക്യാമ്പ് ATCയിലൊക്കെ പോകുന്ന സമയത്ത് വിവിധ സംസ്ഥാനത്തെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, മിലിറ്ററിയിൽ ജാതിയില്ല, മിലിറ്ററിയിൽ മതമില്ല, മിലിറ്ററിയിൽ ഭാഷയില്ല. അവിടെ ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ, ദേശസ്നേഹം. സ്ഥാപകനും മുൻ എയർഫോഴ്സ് വെണ്ടറിനുമായ A. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ മികച്ച വേദിയായിരുന്നു വാർഷികാഘോഷം. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ സംഗീത നൃത്ത പരിപാടികൾ ആവേശത്തോടെ അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ സുഷമ K. സുരേന്ദ്രൻ സ്വാഗതവും Dr. K. സുരേഷ് നന്ദിയും പറഞ്ഞു.